ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രോഹിത്ത് എവിടാണ് പോകുന്നത്? നമ്മൾ നമ്മുടെ കുളത്തിൽ മീനെ പിടിക്കാൻ പോവുകയാണ്. ശരി, നമ്മൾ ഇന്ന് കുളത്തിൽ വലയിടാൻ പോവാണ്. അപ്പം നമ്മൾ ഇന്ന് അവിടെ എന്താ കിട്ടുന്നത്? നല്ല നാടൻ സിലോപ്പി കിട്ടും. അവിടെ നല്ല നാടൻ സിലോപ്പി ഉണ്ട്. അപ്പം നമുക്ക് പോയി വലയിടാം. നമ്മൾ നമ്മുടെ കുളത്തിലോട്ട് ഉള്ള യാത്രയിലാണ്. ഇതാണ് നമ്മൾ വലയിടാൻ പോകുന്ന നമ്മുടെ സ്വന്തം കുളം. അപ്പോൾ ഞങ്ങൾ കുളത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. നമുക്ക് വലയിടാം. അപ്പോൾ നമ്മൾ വലയിട സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദൈവമേ, വലയിടാൻ പോവാണ്, വിട്ടുകൊണ്ട് ചാവല്ലേ. കണ്ടോ, ഇപ്പം ഇന്ന് വെള്ളക്കുറവാണ് നമ്മുടെ കുളത്തിൽ. ചേട്ടാ, അന്നേരം നമ്മൾ വല ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി കെട്ടി വെക്കാൻ പോവാണേ. സൈഡ് വശത്ത് കെട്ടി വെക്കാൻ പോവാം. രണ്ട് സൈഡ് മീനൊക്കെ മറിയുന്നുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ നേരം പറ്റിയില്ല. ഇനി മീനുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിങ്ങനെ ചാടും. ഇനി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പം നമ്മുടെ വലയുടെ അങ്ങ് എൻഡിലായിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പഴയ ഒരു വലയാട്ടോ. അപ്പോൾ ഒരുപാട് കീറി പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കുറേ മീൻ പിടിച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ നിന്ന് വേറെ കുളത്തിൽ നിന്നൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി മീൻ നോക്കാം. നമ്മുടെ കുളത്തിൽ നിറയെ മീനുണ്ട്, നിറയെ സിലോപ്പിയാണ്, പിന്നെ വരാലും ഉണ്ട്. എല്ലാം അവിടെ എവിടെയും കിടന്ന് മറിയുന്നുണ്ട്. പക്ഷെ വല മൊത്തം പോയത് കൊണ്ടാണ് പ്രശ്നം. നമ്മൾ അന്നേരം പിടിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല, അതങ്ങ് ഊരി അങ്ങ് പോവും. നമ്മുടെ കുളത്തിൻ്റെ അവിടെ വാളംപുളി നിപ്പുണ്ടേ, കണ്ടോ, നിറയെ നിപ്പുണ്ട്. കണ്ടിട്ട് കൊതിയാവുന്ന ഉണങ്ങി ഉറങ്ങി നിപ്പുണ്ട്. എങ്ങനെ പറിച്ച് തിന്നാൻ നോക്കൂ. വാളംപുളി പറിക്കാവേ. വീണോടാ, നമ്മുടെ വാളംപുളി കിട്ടിയിട്ടുണ്ടേ. നമുക്ക് പൊട്ടിച്ച് കഴിക്കാവേ. ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ കാണുമായിരിക്കും ഇതിന്. ഇത്തിരി വേണോടാ? ഉണ്ട്. ഇച്ചും കൂടെ പഴക്കണം. നല്ല പുളിയുണ്ട്. അയ്യോ, അവിടെ ഇപ്പം മീൻ ചാടിയായിരുന്നു. കണ്ട, വെള്ളം അനങ്ങുന്നുണ്ട. മീനിപ്പോൾ എടുത്ത് ചാടിയായിരുന്നു. അപ്പം നമ്മൾ വലയിട്ടു. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കണം. അപ്പോഴത്തേന് മീനൊക്കെ ആവത്തുള്ളൂ. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ വലയിട്ടടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ ഇട്ടിട്ട് ഒരു 2-2.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മീനുണ്ടോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് നോക്കാം. ആഹാ, എന്ത് സിലോപ്പി ഇല്ലടാ? എത്ര ഉണ്ട് ഗായസ്, സിലോപ്പി ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? എന്താ, സിലോപ്പി പിടിച്ചിട്ടുണ്ട് കേട്ടോ. വല പോയതായതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു മീനുണ്ടോ എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോൾ 3 എണ്ണം നമ്മൾ ഈ സൈഡിൽ തന്നെ പിടിച്ചിട്ടുണ്ടേ. ഉണ്ട് പിടയ്ക്കുന്നേ സിലോപ്പി. ആഹാ, പെട്ടെന്ന് എടുത്തോല്ലേ പോവും. ചേട്ടൻ മീൻ എടുക്കുവാണ്, വലന്നെടുക്കുവാണ്. എന്താ, പിടയ്ക്കുന്ന സിലോപ്പി. സിലോപ്പി കാണാൻ പറ്റുന്നുണ്ടോ? രോഹിത്ത്, സിലോപ്പി എടുത്തോ, കവറിലിട്ടോ. മോനാണ്. ആഹാ, ഇതിൻ്റെ അടുത്ത സിലോപ്പി, 4ാമത്തെ സിലോപ്പിയാണ് രോഹിത്ത് എടുത്തിടുന്നത്. ആ, ഓക്കെ, ആ മതി. ഓക്കെ, ഈശ്വരവൻ താഴെ കളഞ്ഞു. ഓക്കെ, മതി. എൻ്റെ അടുത്ത സിലോപ്പിയാണ്. അപ്പോൾ ഒരു മീൻ കയ്യിൽ നിന്ന് പോയി കേട്ടോ. വല പൊക്കി പോരണം അങ്ങ് പോയേ. പിന്നെ ഒരു കരട്ടിക്കുഞ്ഞുണ്ട്, അതിനെ കളഞ്ഞു.
എന്താട്ടാ മാറി രോഹിത്തെ. ഇവിടെ നമുക്ക് ഞണ്ടും കുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നോണ്ട് അറിയില്ല, ഞാൻ ജസ്റ്റ് സൂം ചെയ്തിട്ടുണ്ട്. കണ്ടോ ഞണ്ട്, മീനും സിലോപ്പിയും ഞണ്ടും കുരുങ്ങിയിട്ടുണ്ട്. ചേട്ടനും ഞണ്ടും കൂടെ ഫൈറ്റ് നടക്കട്ടോ. അത് കാലേ പിടിച്ചിട്ടുണ്ടേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ ഞണ്ടിന്റെ കാലേ പിടിച്ചിട്ടുണ്ട്. അത് കാലൊടിച്ചിട്ടുണ്ട്, എടുക്കാൻ പറ്റത്തില്ല, അത് കടിക്കും നമ്മളെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ട കാലൊടിച്ചെടുത്തിട്ടുണ്ട് ഞണ്ടിന്റെ. അപ്പം ചേട്ടൻ അതിൻ്റെ ഞണ്ടുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കരയിലോട്ട് കയറി ഇനി മീൻ പിടിക്കാനുണ്ട്. കണ്ടോ, പക്ഷെ അത്യാവശ്യം വലുതാണ്. ഇതിൽ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ ഞണ്ടിനിടാൻ പോവാണേ. ആഹാ സിലോപ്പി. ഞണ്ടിന്റെ കാല് കണ്ടോ രോഹിത്ത്, കണ്ടോ ഞണ്ടിന്റെ കാലാണ്. പറ്റത്തുള്ളൂ. പിന്നെ അച്ഛനും മോനോടെ എല്ലാം പേർക്കിടും. ഇനി രഞ്ജിത ഇനി മീൻ എടുക്കാനുണ്ടോ? ഇനി എടുക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പം എന്റെ ഈശ്വര രോഹിത്ത് മീനെല്ലാം പെറക്കിടുവാണേ. വീണ്ടും ചേട്ടൻ കുറച്ച് മീൻ ഞണ്ടിനെയൊക്കെ തന്നിട്ട് വീണ്ടും അങ്ങേറ്റത്തോട്ട് പോയി. അവിടെയും മീനുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഉണ്ട്. വല ഇച്ചിരി കൂടെ നല്ലതായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ മീൻ നമുക്ക് കിട്ടിയേനെ. കാരണം ഇത് നിറയെ സിലോപ്പിയ, അത്രമാത്രം ഉണ്ട് ഇവിടെ. ഇവിടെ മീൻ കിടന്ന് പിടയ്ക്കുന്നുണ്ട് എൻ്റെ കയ്യിലിരുന്ന് സിലോപ്പി. അപ്പം നമ്മൾ മീനെല്ലാം എടുത്തിട്ടുണ്ട്. ചേട്ടൻ കരയ്ക്കോട്ട് കയറി വരുവാണ്. ഇനിയിപ്പം നമ്മളിപ്പം വല എടുക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വല എടുക്കാം. വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അന്നേരം എൻ്റെ ചേട്ടൻ കണ്ടോ, അങ്ങോട്ട് കവർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സിലോപ്പി അത് കരട്ടിയല്ലേ? അല്ല സിലോപ്പിയാ. കരട്ടി കിട്ടിയെന്ന് പറഞ്ഞു, പക്ഷെ അത് പോയി കാണുമായിരിക്കും, കൂട്ടത്തിൽ കാണുന്നില്ല. കണ്ടോ ആണ് സിലോപ്പി, നാടൻ സിലോപ്പിയാണ്. വടത്ത് സിലോപ്പി അല്ലേ ഇത്, കായലിൽ നിന്ന് കയറുന്ന സിലോപ്പിയ. യെസ്, കായംകുളം കായലിൽ നിന്ന് കയറുന്ന സിലോപ്പിയാണ്. വടത്ത് സിലോപ്പി ഇവിടങ്ങളിലുണ്ട്, ഇത് നമ്മളൊന്നും നോക്കാറ് പോലും ഇല്ല. നമ്മുടെ കരട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കുന്ന കരട്ടിയാണ്. ഇതിന് മുള്ള് കൊണ്ടാൽ ശരിക്കും നോവും കേട്ടോ, നല്ല വേദന എടുക്കും ആ കരട്ടി. ഇത് വെട്ടാൻ ഇച്ചിരി പാടുള്ള സാധനമാണ്. അപ്പം അംഗം കഴിഞ്ഞ് അച്ഛനും മോനും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ മീനെ നോക്കി കാണിച്ചേ, കണ്ടോ? ഇതാണ് നമ്മുടെ സിലോപ്പി. അത്യാവശ്യം നല്ല രീതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെത്തി. ചേട്ടൻ സിലോപ്പിയൊക്കെ പെരക്കിയിടുവാണ്. മീൻ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. മീൻ കംപ്ലീറ്റ് എടുത്തില്ലേ എന്നിട്ടാ? ഞണ്ട് കണ്ടോ, ഞണ്ടില്ലെങ്കിൽ നടന്നു പോവേ. അവിടെ നേരെ വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകും. കരട്ടി അല്ലേ? കരട്ടി. ഇന്നത്തെ ഹണ്ടിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഹണ്ടിങ് വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. രോഹിത്ത്, ഇന്നത്തെ ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, പൊളിയായിരുന്നു. ഓക്കെ, രോഹിത്തിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വല ഇതുവരെ എടുത്തിട്ടില്ല. നമ്മളിനി വല അത് വൈകിട്ടേ ഇനി എടുക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ റെസിപ്പി ആയിട്ട് നമ്മൾ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ സിലോപ്പി കറി വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റെസിപ്പി ആയിട്ട് നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റ. രോഹിത ടാറ്റ കൊടുക്കൂ.